കൃഷ്ണപുരം തോപ്പിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്ര സേവാ പന്തൽ സമർപ്പണം നടന്നു. ഓച്ചിറ പരബ്രഹ്മ മിഷൻ പ്രസിഡന്റ് സ്വാമി സുനിൽ സിത്താർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം തോപ്പിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്ര സേവാ പന്തൽ സമർപ്പണം നടന്നു. ഓച്ചിറ പരബ്രഹ്മ മിഷൻ പ്രസിഡന്റ് സ്വാമി സുനിൽ സിത്താർ ഭദ്രദീപം തെളിയിച്ച് പന്തലിന്റെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനത്തിന് ക്ഷേത്രസമിതി പ്രസിഡന്റ് രാജു ഭാസ്കർ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രസമിതി സെക്രട്ടറി കെ ബാബു സ്വാഗതം പറഞ്ഞു. സ്വാമി സുനിൽ സിത്താർ മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു പീഠപ്രതിഷ്ഠയാണെങ്കിൽ പോലും അതിൽ വലിയൊരു ശക്തി, വളരെ പ്രധാനപ്പെട്ട എന്തോ ചില കാര്യങ്ങൾ ഇവിടെ അടങ്ങുന്നു എന്നുള്ളത് നിസ്സംശയം പറയാം. എന്നെ പോലെയുള്ള അപ്പം ഞാനോ നമ്മുടെ ഉണ്ണികൃഷ്ണൻ പറ്റിയൊക്കെ അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് വെറുതെ അല്ല പറയുക, ചില നിമിത്തങ്ങൾ വെച്ചിട്ടാണ് പറയുക. ഒന്ന്, ഞാനിങ്ങോട്ട് പുറപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില കാര്യങ്ങൾ, ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അവസ്ഥ, ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾ ആ ദീപം ജ്വലിപ്പിക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്യുന്നു. മഴ നേരത്തെ ഉണ്ടായെന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ തോന്നിയപ്പോൾ സ്വാമി നേരത്തെ മഴ പെയ്തില്ല എന്നൊക്കെ ചോദിച്ചേക്കാം. ഈ മഴയെന്നൊക്കെ പറയുന്നത് എല്ലാം ഈശ്വര കൃപ കൊണ്ട് മാത്രം സംഭവ്യമാകുന്ന കാര്യമാണ്. മഴയായാലും വെയിലായാലും അങ്ങനെ പ്രകൃതിയുടെ എല്ലാ പ്രതിഭാസങ്ങളും ആ പ്രതിഭാസിക്കുന്നതൊക്കെ അവിടെ നിന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ ശുഭകരമായ ഒരു അവസ്ഥയാണ് നമുക്കിവിടെ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം സന്തോഷിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടങ്ങ് പഠിച്ചില്ലെങ്കിലും, വലിയ പണം മുടക്കിയൊന്നും നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും, മനസ്സിൻ്റെ ശുദ്ധി കൊണ്ട് നമ്മൾ ആ മനഃശുദ്ധിയോടുകൂടി ഏകാഗ്രമായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെ അവിടെ ദീപം തെളിക്കുമ്പോൾ, അതിൽ നിന്ന് ഉദ്ഭൂതമാകുന്ന ഒരു ശക്തിവിശേഷം അതിവിടെ ഉണ്ട്. ക്ഷേത്രശില്പി രാജീവ് ഗുരുകൃപ, ക്ഷേത്രതന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി, സുജാത, സ്വാമി സുനിൽ സിത്താർ എന്നിവരെ വേദിയിൽ ആദരിച്ചു. ക്ഷേത്രതന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അവനവൻ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഭൂമിയിലേക്ക് ജനിച്ചത്, എൻ്റെ കർമ്മം എന്താണ്, ധർമ്മം എന്താണ്, ഇതിനെപ്പറ്റി ബോധമില്ലാത്തൊരു തലമുറ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കാരണം ഇന്നിപ്പോൾ എല്ലാ മാതാപിതാക്കളും ദുഃഖം അനുഭവിക്കുന്നു, അല്ലേ? അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നാം നമ്മുടെ സംസ്കാരം എന്താണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിന് പറ്റിയ ഏറ്റവും നല്ല കാര്യം ഏതാണ്? കുഞ്ഞുങ്ങളെ കൂടി ക്ഷേത്രത്തിൽ കൊണ്ടുവരിക. വൈകുന്നേരവും രാവിലെയും ഒക്കെ തന്നെ വീട്ടിൽ വിളക്ക് കത്തിക്കുക, നാമം ജപിക്കുമ്പോൾ കുട്ടികളെ കൂടി ഇതിൽ പങ്കെടുപ്പിക്കുക, അറിവുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക, ഇല്ലെങ്കിൽ അറിവുള്ളവരോടൊപ്പം നമ്മുടെ കുട്ടികളെ സഹകരിപ്പിക്കുക. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നാം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ക്ഷേത്ര വനിതാ സംഘം പ്രസിഡന്റ് നിമിഷ ദാസ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കൃഷ്ണപുരം.